കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെയും ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. വേറെ ഒന്നുമല്ല, ചുമ, കഫക്കെട്ട്, തൊണ്ട ചൊറിഞ്ഞുള്ള ചുമ, ഉറക്കത്തിലൊക്കെ പെട്ടെന്നൊരു ചുമ വന്നു കഴിഞ്ഞാൽ നിൽക്കാതെയുള്ള ചുമ, അതിനൊക്കെ നല്ലൊരു പരിഹാരമായിട്ടാണ് കേട്ടോ ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടൊന്ന് നോക്കാം. ഞാനിവിടെ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് വാൽമുളക് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നമുക്ക് പച്ചമരുന്ന് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതിന് ചെറിയൊരു വാല് പോലെ ഉള്ളത് കൊണ്ടാണ് ഇതിന് വാൽമുളക് എന്ന് പറയുന്നത്. നമ്മുടെ കുരുമുളക് പോലെ തന്നെ ഇരിക്കും. ഇനി ഇപ്പോൾ വാൽമുളക് ഇല്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട, നമ്മുടെ നോർമലായിട്ടുള്ള കുരുമുളക് എടുത്താൽ മതി. ഞാനിവിടെ ഏകദേശം ഒരു 50 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. വാൽമുളക് നമുക്ക് പച്ചമരുന്ന് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. കുറച്ച് വില കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 50 ഗ്രാം തന്നെ ചുക്ക് എടുത്തിട്ടുണ്ട്. ചുക്ക് നന്നായിട്ട് ഒന്ന് കഴുകി ഒന്നുകൂടി ഉണക്കിയെടുത്താണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നതിൻ്റെ 2ൻ്റെയും ഇരട്ടി പനം കൽക്കണ്ടമാണ് എടുത്തിരിക്കുന്നത്. പനം കൽക്കണ്ട ഏകദേശം 150 ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേനും നാരങ്ങ നീരുമാണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. നമ്മൾക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴും ശക്തിയായ ചുമയുള്ളപ്പോഴും മാത്രം നാരങ്ങാനീരും തേനും മതി. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാൽമുളകും ചുക്കും പനം കൽക്കണ്ടവും കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറ് ഒട്ടും വെള്ളമയമില്ലാത്തതായിരിക്കണം കേട്ടോ. ആദ്യം പനം കൽക്കണ്ടവും പിന്നെ ചുക്കും പിന്നെ വാൽമുളക് ഇല്ലെങ്കിൽ നമുക്ക് കുരുമുളക് എടുക്കാവുന്നതാണ്. അതുകൂടി ഇട്ട് കൊടുക്കാം. വാൽമുളകിന് ഒരു ചെറിയ കയ്പ്പ് രസമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ല ഫൈൻ പൊടിയായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടത് കൂടിയായതുകൊണ്ട് ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ്. എനിക്ക് നന്നായിട്ട് ഇത് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടി അരിച്ചെടുത്തിട്ട് ഒന്നുകൂടി പൊടിച്ചെടുക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി പനങ്കൽക്കണ്ടം ഇട്ട് കൊടുക്കാവുന്നതാണ്. പനങ്കൽക്കണ്ടം കഫക്കെട്ടിനൊക്കെ നല്ല ഒരു മരുന്ന് കൂടിയാണ് കേട്ടോ. ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. ഞാൻ 2018 ഹജ്ജിന് പോയ സമയത്ത് ഈ ഒരു പൊടി ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് അവിടെ എൻ്റെ ഒരു സുഹൃത്തിന് കൊടുത്തായിരുന്നു. അന്ന് ആ സുഹൃത്തിന് 2 കുഞ്ഞു മക്കളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവളെ കണ്ടപ്പോൾ അവൾക്കിപ്പോൾ 4 മക്കളുണ്ട്. ഇന്നും ഞാൻ ഫൗസീത്ത തന്ന ഈ ഒരു പൊടിയാണ് ഇപ്പോഴും പൊടിച്ചുപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അവർക്കിത് ഒരുപാട് ആശ്വാസം കുഞ്ഞുങ്ങൾക്കൊക്കെ കിട്ടാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഞാനിവിടെ എൻ്റെ ഇക്കാക്ക് പൊടിച്ചു വെക്കുന്നതൊക്കെ ഇക്കയുടെ കൂട്ടുകാരന്മാരാണ് കേട്ടോ വന്ന് കൂടുതലും കൊണ്ടുപോകുന്നവർ. അവരൊക്കെ പറയണത് അവർക്ക് ഭയങ്കര ആശ്വാസമാണ് ഇത്. ഇപ്പം എല്ലായിടത്തും ഭയങ്കര ചുമയും കഫക്കെട്ടും ഒക്കെയാണല്ലോ. എല്ലാവർക്കും എപ്പോഴും വിട്ടുമാറാത്ത ചുമയും കഫക്കെട്ടും ഒക്കെയാണ്. ഇപ്പം റിയാദിലും ഒക്കെ ആണെങ്കിലും തണുപ്പൊക്കെ തുടങ്ങി. ഇപ്പം നാട്ടിലാണെങ്കിലും എപ്പോഴും എല്ലാവർക്കും പനിയും ചുമയും കഫക്കെട്ടും ഒക്കെയാണെന്ന് പറയുന്നത് എല്ലാത്തിനും നല്ലൊരു പരിഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരൽപ്പം തേനും ഒരൽപ്പം നാരങ്ങാ നീരും കൂടി ഒരു ബൗളിലോ ഒരു പാത്രത്തിലോ സ്പൂണിലോ എടുത്തിട്ട് ഒരൽപ്പം പൊടി കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവരുടെ നാവിലേക്ക് തേച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരൽപ്പം സ്പൂണിൽ കോരി കൊടുക്കുകയോ ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ നന്നായിട്ട് കലക്കിയിട്ട് നമ്മൾക്കും വേണമെങ്കിൽ ഇതുപോലെ ശക്തിയായ ചുമയൊക്കെ ഉണ്ടെങ്കിൽ തേനിൽ ഇതുപോലെ ചാലിച്ച് കഴിക്കാം. ഇനി നോർമൽ കുത്തിയുള്ള ചുമയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ 2 വിരൽ കൊണ്ട് കുറച്ച് നുള്ളി എടുത്തിട്ട് പാലിട്ടിട്ട് നുണഞ്ഞ്, ഞാൻ സാധാരണ അങ്ങനെയാണ് കഴിക്കാറുള്ളത് കേട്ടോ. നമ്മളിത് ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് നമ്മുടെ ചൂണ്ടുവിരൽ കൊണ്ട് ഇങ്ങനെ ഇതുപോലെ നുള്ളി എടുത്തിട്ട് വായിലിട്ടിട്ട് നുണഞ്ഞ് കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. പെട്ടെന്ന് നമുക്ക് രാത്രിയിലൊക്കെ ഉറക്കത്തിലൊരു കുത്തിച്ചുമയൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ ഒരു നുള്ളെടുത്തിട്ട് ഒന്ന് വായിലിട്ട് നുണഞ്ഞിറക്കിയാൽ മതി. ഒരു എയർ ടൈറ്റുള്ള ചില്ല് ബൗളിലാക്കിയിട്ട് നമുക്ക് കട്ടിലിൻ്റെ സൈഡിലൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. നല്ലൊരു ആശ്വാസമാണ് കേട്ടോ ഈ ഒരു പൊടി. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. മാസല.